ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത പരമ്പരയുടെ 102-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് സ്ലീബ പെരുന്നാളിന് ശേഷമുള്ള 3-ാം ഞായറാഴ്ച. അതുപോലെ തന്നെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ അതിൻ്റെ യുവജന പ്രസ്ഥാനമായ MCYM-ന്റെ ദിനം ആയി ആഘോഷിക്കുന്ന ദിനം. നമുക്ക് ഇന്നത്തെ വചന ചിന്തകളിലേക്ക് കടക്കാം. ഇന്ന് സുവിശേഷമായി സഭ നമുക്ക് തരുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വചനഭാഗമാണ്. നിർദ്ദയനായ ഭൃത്യന്റെ ഉപമ യേശു അവതരിപ്പിക്കുന്ന ഭാഗമാണ്. ഈ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ ഇതിന് തൊട്ടു മുമ്പുള്ള ഭാഗം സഹോദരൻ തെറ്റ് ചെയ്താൽ അവരെ എങ്ങനെ തിരുത്തണം എന്ന് യേശു പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ്. തെറ്റ് ചെയ്യുന്നവരോട് കാർക്കശ്യത്തോടെ പെരുമാറാതെ അവരെ തിരുത്തുന്ന ഒരു സമീപനം ഉണ്ടാകണം എന്ന് യേശു പറയുകയാണ്. തുടർന്ന് വരുന്ന ഭാഗമാണ് നിർദ്ദയനായ ഭൃത്യന്റെ ഉപമ പറയുവാനുള്ള പശ്ചാത്തലം ഒരുക്കുന്നത്. അവിടെ പത്രോസ് മുമ്പോട്ട് വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, തന്നോട് തെറ്റ് ചെയ്യുന്ന സഹോദരനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം, 7 പ്രാവശ്യമോ എന്ന് പത്രോസ് ചോദിക്കുന്നു. 7 എന്നല്ല 70 പ്രാവശ്യം എന്ന ഉത്തരം യേശു അവന് നൽകുന്നു. ഈ ചോദ്യവും ഉത്തരവുമാണ് നിർദ്ദയനായ ഭൃത്യന്റെ ഉപമ യേശു പറയുവാൻ കളമൊരുക്കുന്നത്. 7 പ്രാവശ്യം എന്നതുകൊണ്ട് പത്രോസ് അർത്ഥമാക്കുന്നത് ഉദാരതയോടെ അവനോട് ക്ഷമിക്കണം എന്നാണ്. കാരണം റബീനിക് ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ചും ബാബിലോൺ തൽമൂദിൽ, തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് 3 പ്രാവശ്യം ക്ഷമിച്ചാൽ മതി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദ നിയമം അനുസരിച്ച് തെറ്റ് ചെയ്യുന്നവർക്ക് 3 പ്രാവശ്യം മാത്രം അവരോട് ക്ഷമിച്ചാൽ മതി. അതിനെ മറികടന്നുകൊണ്ട് ഉദാരമനസ്കനായി പത്രോസ് പറയുകയാണ്, അവനോട് 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ എന്ന്. ആമോസ് പ്രവാചകന്റെ പുസ്തകം 1-ഉം 2-ഉം അധ്യായങ്ങളിൽ ക്ഷമയുടെ പരിധി പരാമർശിക്കുന്നുണ്ട്. ദൈവം പോലും ഒരു പരിധി കഴിഞ്ഞാൽ മനുഷ്യനോട് ക്ഷമിക്കാതെ അവനെ ശിക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പത്രോസ് റബിമാരേക്കാൾ ഇരട്ടിയും ഒന്നുകൂടി എന്ന അർത്ഥത്തിൽ 7 എന്നുള്ളത് അനുശാസിക്കുക. 7 പ്രാവശ്യം എന്നുള്ളത് 3 പ്രാവശ്യം ക്ഷമിക്കുവാൻ പറഞ്ഞ നിയമത്തിന്റെ ഇരട്ടിയും ഒന്നും കൂടിയാണ്. പക്ഷേ യേശുവിൻ്റെ പരിധി എണ്ണാൻ പറ്റാത്ത വിധം 70 പ്രാവശ്യം എന്നുള്ളതാണ്. 70 പ്രാവശ്യം ഒരു മനുഷ്യനോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ പരിധിയില്ലാതെ അവനോട് ക്ഷമിക്കണം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സെമറ്റിക് പാരമ്പര്യത്തിൽ 7 എന്നുള്ളത് പൂർണ്ണസംഖ്യയാണ്. അതിൻ്റെ പെരുക്ക് പൂർണ്ണതയുടെ പൂർണ്ണതയാണ്. ഇപ്രകാരമുള്ള പൂർണ്ണസംഖ്യാ പെരുക്കുകൾ വെളിപാട് പുസ്തകത്തിൽ പ്രതീകാത്മകമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ ലാമക്കിന്റെ പ്രതികാരത്തിന് പരിധി കൽപ്പിക്കാതിരിക്കുന്നതായി നാം കാണുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ പ്രതികാരത്തിന് പകരം മാപ്പ് കൊടുക്കുന്നത് നിയമമാക്കി മാറ്റി വിശുദ്ധ മത്തായി ഇവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കുകയാണ്. തെറ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ട ശിക്ഷയ്ക്ക് പകരം പരിധികളില്ലാതെ അവരോട് ക്ഷമിക്കണമെന്നുള്ള പുതിയ ഉടമ്പടിയുടെ കാഴ്ചപ്പാട്, യേശുവിൻ്റെ കരുണയുടെ കാഴ്ചപ്പാട്, ക്ഷമയുടെ കാഴ്ചപ്പാട് മത്തായി ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ വളരെ കൃത്യമായി അവതരിപ്പിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് യേശു ഈ നിർദ്ദയനായ ഭൃത്യന്റെ ഉപമ പറയുന്നത്.
യേശു അരുളി ചെയ്തു, 7 എന്നല്ല 70 പ്രാവശ്യം. എന്നിട്ട് തുടരുകയാണ്, ഞാൻ നിന്നോട് പറയുന്നു, സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കുവാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശ്യമാണ്. സ്വർഗരാജ്യത്തെയാണ് ഇവിടെ ക്ഷമിക്കുന്ന രാജാവുമായി ഉപമിക്കുന്നത്. ദൈവമാണ് ആ ക്ഷമിക്കുന്ന രാജാവായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുക. ദൈവം ക്ഷമിക്കുന്നവനാണെന്ന് കാണിക്കുന്ന ഒരു ഉപമയാണ്. മനുഷ്യർ പരസ്പരം ക്ഷമിക്കേണ്ടതിൻ്റെ മാതൃക ദൈവത്തിൻ്റെ അനന്തമായ ക്ഷമയാണ്. ദൈവം ഈ ലോകത്തിലുള്ളവരോടെല്ലാം അവരുടെ തെറ്റുകൾ ക്ഷമിക്കുന്നത് പോലെ മനുഷ്യർ പരസ്പരം ക്ഷമിക്കണമെന്നുള്ളൊരാശയം മത്തായി ശ്ലീഹ മുന്നോട്ട് വയ്ക്കുകയാണ്. അതുപോലെ ദൈവം മനുഷ്യനോട് ക്ഷമിക്കുന്നതിൻ്റെ മാനദണ്ഡം മനുഷ്യർ പരസ്പരം ക്ഷമിക്കുന്നതാണ്. മനുഷ്യർ പരസ്പരം ക്ഷമിക്കുന്നതിൻ്റെ മാതൃക ദൈവമാണ് എങ്കിൽ മനുഷ്യർ പരസ്പരം ക്ഷമിക്കുന്നത് ദൈവക്ഷമയുടെ, ദൈവകാരുണ്യത്തിൻ്റെ ഒരു മാനദണ്ഡമായി സുവിശേഷത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഈ ഉപമയിൽ യേശു പറയുന്നത്, കണക്ക് തീർക്കുവാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ ഈ രാജാവിന് മുമ്പിൽ കൊണ്ടുവരികയാണ്, ഭൃത്യന്മാർ. അവൻ അത് വീട്ടുവാൻ നിർവാഹമില്ലാതിരുന്നതുകൊണ്ട് അവൻ്റെ ഭാര്യയെയും മക്കളെയും അവൻ്റെ വസ്തുവകളെയും എല്ലാം വിറ്റ് കടം വീട്ടുവാൻ യജമാനൻ കൽപ്പിക്കുകയാണ്. അപ്പോൾ ആ ഭൃത്യൻ തൻ്റെ കടം താൻ വീട്ടിക്കൊള്ളാമെന്നും തനിക്ക് ഇളവ് ചെയ്തു കൊടുക്കണമെന്നും കാലതാമസം കൊടുക്കണമെന്നും യാചിക്കുമ്പോൾ അതിനോട് അനുകൂലമായി പ്രതികരിക്കുന്ന രാജാവിനെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ രാജാവ് തൻ്റെ സേവകനോട് ക്ഷമിക്കാതെ ശിക്ഷയ്ക്ക് വിധേയനാക്കുന്ന ഒരു സംഭവം നാം ഇവിടെ അവതരിപ്പിക്കുന്നു. പക്ഷേ ക്ഷമിക്കാത്തവനെയാണ് ദൈവം ശിക്ഷിക്കുക. അതുകൊണ്ട് ഈ 10,000 താലന്ത് കടപ്പെട്ടവനോട് ഈ രാജാവ് ക്ഷമിക്കുന്നതായിട്ടും അവന് ആ ഇളവ് ചെയ്തു കൊടുക്കുന്നതായിട്ടും സുവിശേഷത്തിൽ രേഖപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന് 100 ദേനാറ കൊടുക്കുവാൻ കടപ്പെട്ട ഒരുവനെ കാണുമ്പോൾ അവൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കിക്കൊണ്ട് തനിക്ക് തരുവാനുള്ള 100 ദേനാറ ഉടനെ തന്നു വീട്ടണമെന്ന് പറയുന്നു. ആ ഭൃത്യനാകട്ടെ ആദ്യത്തെ ഭൃത്യൻ പറഞ്ഞത് വാക്കുകൾ തന്നെ ആവർത്തിച്ചുകൊണ്ട് കടക്കാരനോട് ഇളവ് ചെയ്ത് തരണമെന്ന് അപേക്ഷിക്കുന്നു. പക്ഷേ അവൻ അത് സമ്മതിക്കുന്നില്ല. അത് തന്നു വീട്ടുവോളം അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു, അവനെ മർദ്ദിക്കുന്നു. ഇതറിഞ്ഞ സഹഭൃത്യന്മാര് രാജാവിനെ വിവരമറിയിക്കുകയും രാജാവ് അവനെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവന് ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്ന സംഭവമാണ് ഈ ഉപമയിലൂടെ പറയുന്നത്. 10,000 താലന്ത് ഭീമമായ ഒരു തുകയാണ്. ആ കാലത്തെ സമ്പന്ന പ്രോവിൻസായി കണക്കാക്കിയിരുന്ന ഗലീലയുടെ വാർഷിക റവന്യൂ വരുമാനം 300 താലന്തായിരുന്നു. എന്നാൽ കേവലം 100 ദേനാറ 5 പൗണ്ട് എന്ന ഒരു തുക കൊടുക്കുവാനുള്ളവൻ ക്ഷമ ലഭിക്കാതെ ഇരിക്കുന്നൊരു സാഹചര്യം. അസ്വാഭാവികമായ കടം വീട്ടാൻ പറ്റാതെ വരുമ്പോൾ അയാളെയും കുടുംബത്തെയും മറ്റും വിറ്റ് കടം വീട്ടുന്നത് സ്വാഭാവികമായി കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടം. ആമോസിന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാം തിരുവചനത്തിലും 8-ാം അധ്യായം 6-ാം തിരുവചനത്തിലും നെഹെമ്യായുടെ പുസ്തകം 5-ാം അധ്യായം 4-ഉം 5-ഉം തിരുവചനങ്ങളിലും ഒരാളുടെ സമ്പാദ്യം മുഴുവൻ അവൻ്റെ ഭാര്യയെയും മക്കളെയും പോലും വിറ്റ് കടം വീട്ടുവാൻ കടക്കാരൻ ബാധ്യസ്ഥനാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇളവ് ലഭിച്ച ഭൃത്യൻ തൻ്റെ സഹസേവനോട് കാണിക്കുന്ന ക്രൂരത താരതമ്യം ചെയ്യുമ്പോൾ ഔദാര്യത്തിൻ്റെ ശ്രേഷ്ഠത വ്യക്തമാകും. രാജാവ് കൊടുത്ത ഔദാര്യം മനസ്സിലാകണമെങ്കിൽ രണ്ടാമത്തെ വ്യക്തി, ഈ ഔദാര്യം സ്വീകരിച്ച വ്യക്തി തന്നോട് കടപ്പെട്ട വളരെ കുറഞ്ഞ തുക കടപ്പെട്ടവനോട് ചെയ്ത ക്രൂരത താരതമ്യം ചെയ്തു നോക്കണം.
തൻ്റെ സഹസേവകനോട് കാരുണ്യം കാണിക്കാത്തതിനാൽ അയാളെ മർദ്ദനത്തിന് ഏൽപ്പിക്കുകയാണ്. ദൈവം ക്രൂരമായി പെരുമാറുമോ എന്നൊരു ചോദ്യം ഇവിടെ അവശേഷിക്കും. എന്നാൽ നമ്മുടെ പ്രവർത്തന ശൈലി ദൈവത്തിന്റെ വിധിയുടെ മാനദണ്ഡമാണ്. നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരുമെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇതിന്റെ ആശയം ഇത് തന്നെയാണ്. നന്മ ചെയ്തവർക്ക് ജീവന്റെ ഉയർപ്പ് ലഭിക്കും, തിന്മ ചെയ്തവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും. യേശു അത് അനുവർത്തിക്കുമെന്ന് ഈ ഉപമയിലൂടെ പറയുകയാണ്. യേശു നമ്മെ പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥന, അതിൻ്റെ ഒരു ഭാഗത്ത് നാം പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. കടക്കാരോട് നാം ക്ഷമിച്ചെങ്കിൽ മാത്രമേ സ്വർഗസ്ഥനായ പിതാവ് നമ്മോട് ക്ഷമിക്കുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ആണ് ഈ കർത്തൃ പ്രാർത്ഥന വിവരിച്ചിരിക്കുന്നത്. അതിൽ ഈ പ്രാർത്ഥന പഠിപ്പിച്ചതിന് ശേഷം 14, 14, 15 തിരുവചനത്തിൽ യേശു പറയുകയാണ്, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. തുടരുകയാണ്, മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോടും ക്ഷമിക്കുകയില്ല. ഈ കർത്തൃ പ്രാർത്ഥനയുടെ സമാപന സന്ദേശം ഇവിടെ ഒരിക്കൽ കൂടി യേശു വ്യക്തമാക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ നിർദ്ദയനായ ഭൃത്യന്റെ ഉപമയിൽ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ അവിടെ യേശു പറയുകയാണ്, നിന്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ പ്രവർത്തിക്കും. മലയിലെ പ്രസംഗം നമുക്ക് സുപരിചിതമാണ്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളാണ് മലയിലെ പ്രസംഗങ്ങൾ. അവിടെ യേശു പറയുന്നുണ്ടല്ലോ, ഒരു ചവിട്ടത്തടിക്കുന്നവന് മറ്റേ ചുവട് കൂടി കാണിച്ചു കൊടുക്കണം, അവനോട് പ്രതികാരം ചെയ്യാതെ ക്ഷമിക്കണമെന്ന്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്നാൽ അവരുടെ മേൽ കരുണയുണ്ടാവും എന്ന് നാം അവിടെ കാണും. കാരുണ്യം കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാവും എന്ന് യാക്കോബ് ശ്ലീഹ തന്റെ ലേഖനം 2-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയുന്നു. സ്നേഹമുള്ളവരെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കും. മനുഷ്യബന്ധങ്ങളിൽ നാം വളർന്നെങ്കിൽ മാത്രമേ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ നാം വളരുകയുള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെ ശിക്ഷാവിധിയുടെ മാനദണ്ഡം നമ്മുടെ പരസ്പരമുള്ള ബന്ധത്തിന് മാനദണ്ഡമാണ്. അവിടെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇതാണ് ഈ ഉപമയിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുക. ഇന്നത്തെ ഈ വേദഭാഗം തെറ്റ് ചെയ്യുന്നവനോട് 70 പ്രാവശ്യം അതിരില്ലാതെ ക്ഷമിക്കണമെന്നുള്ള യേശുവിൻ്റെ പ്രബോധനത്തോടെ ആരംഭിച്ച് നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ഈ വലിയ ക്ഷമയ്ക്ക് നാം പത്രീഭൂതരാകണമെങ്കിൽ മനുഷ്യരായ നാം പരസ്പരം ക്ഷമിക്കണമെന്നും ദൈവം നമ്മോട് ക്ഷമിക്കുന്നതിൻ്റെ മാനദണ്ഡത്തിൽ നാം ക്ഷമിക്കണമെന്നും മാതൃകയിൽ നാം ക്ഷമിക്കണമെന്നും യേശു ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ആ വലിയ തുക കടപ്പെട്ട ഭൃത്യന് കിട്ടിയ ഒരു ഇളവ്, ഒരു കരുണ അവൻ തൻ്റെ സഹഭൃത്യനോട് കാണിക്കേണ്ടതായിരുന്നു. പക്ഷേ കാണിക്കാതിരുന്നതുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക് വിധേയനാവുന്നു എന്നുള്ള ആ വലിയ ചിന്ത നമുക്ക് കൈമാറുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. അതേ തുടർന്ന് സനാതനമായ ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നീ മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിന്നോട് ക്ഷമിക്കുകയില്ല എന്നുള്ള ദൈവത്തിൻ്റെ ആ കരുണയുടെ ആ ക്ഷമയുടെ പരിധി നമ്മൾ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് സുവിശേഷം അവസാനിക്കുക. സ്നേഹമുള്ളവരെ, നാം നമ്മുടെ സഹോദരരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മോട് ക്ഷമിക്കുകയില്ല. നമ്മളുടെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള കർത്തൃ പ്രാർത്ഥനയിൽ നാം അനുദിനം ചൊല്ലുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്നാണ്. ചിലപ്പോഴൊക്കെ അത് തെറ്റി ചൊല്ലാറുണ്ട് പലരും.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ, സത്യത്തിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്നാണ് അതിൻ്റെ വാച്യാർത്ഥം. നാം ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷമയ്ക്ക് അർഹതയുള്ളൂ. ആദ്യം നാം അവരോട് ക്ഷമിക്കണം, എന്നിട്ട് മാത്രമേ കർത്താവ് ദൈവത്തിൻ്റെ ക്ഷമ യാചിക്കാവൂ എന്നുള്ളതാണ് അതിൻ്റെ തത്വം. ദൈവം എന്നേക്കുമായി നമ്മോട് ക്ഷമിച്ചു. അവിടുന്ന് തൻ്റെ അനുയായികളായ നമുക്ക് ലഭിച്ച ദൈവിക കാരുണ്യം പ്രായോഗികമാക്കണമെന്ന് നമ്മോട് പറയുകയാണ്. ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ മുഴുവൻ പാപം ഏറ്റെടുക്കുവാനാണ് യേശു കുരിശിൽ തൂങ്ങിയത്. അങ്ങനെ പൂർണ്ണമായി എല്ലാവരോടും ക്ഷമിച്ച യേശുവിൻ്റെ മാതൃക നാം സ്വന്തമാക്കണം. പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച യേശുവിൻ്റെ മാതൃക. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള നമ്മുടെ മനസ്സ്. ക്ഷമിക്കാത്തവർക്ക് വിധി ഉറപ്പാണെന്നും ദൈവത്തിൽ നിന്നും ശിക്ഷ ലഭിക്കുമെന്നും ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മോട് ഉത്ബോധിപ്പിക്കുന്നു. ദൈവം എൻ്റെ പിതാവ് കരുണയുള്ളവനുള്ളതും ആയിരിക്കുന്നത് പോലെ ദൈവപുത്രരായ നാം ഏവരും കരുണയുള്ളവരായിരിക്കണമെന്ന് യേശു നമ്മോട് പറയുകയാണ്. പിതാവിൻ്റെ കരുണയാണ് നമ്മുടെ മാതൃക. പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നാം ഏവരും കരുണയുള്ളവരായിരിക്കണമെന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷം നമുക്ക് പ്രചോദനം നൽകട്ടെ. മനുഷ്യബന്ധങ്ങളിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് പരിധികളില്ലാതെ ക്ഷമിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ. അതിന് മാതൃകയായി ദൈവത്തിൻ്റെ അനന്തമായ കരുണയും സ്നേഹവുമാണ് നാം സ്വീകരിക്കേണ്ടത്. അങ്ങനെ നാം സ്വീകരിച്ചാൽ നമുക്കും ദൈവസന്നിധിയിൽ ക്ഷമ ലഭിക്കും. നാം അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ, നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നമുക്ക് ശിക്ഷാവിധി ഉണ്ടാവും എന്നുള്ള മുന്നറിയിപ്പ് കൂടി തന്നുകൊണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗം അവസാനിക്കുന്നു. ഈ വചനഭാഗം നമ്മെ പ്രചോദിതരാക്കട്ടെ. സ്വർഗോന്മുഖരായി നാം യാത്ര ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ആരാധനാക്രമ മത്സരത്തിൽ നമുക്ക് കർത്താവിൽ നിന്നും ദൈവത്തിൽ നിന്നും ക്ഷമ സ്വീകരിച്ചുകൊണ്ട്, ആ ക്ഷമ മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുത്തുകൊണ്ട്, ആ കരുണ മറ്റുള്ളവരുമായി പങ്കിട്ടുകൊണ്ട് സ്വർഗരാജ്യത്തിന് അവകാശികളാകാം. അതിനുള്ള കൃപയും അനുഗ്രഹവും വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് പ്രത്യേകമായി യാചിക്കാം. നമ്മുടെ സഭ ഇന്ന് യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകമായ ദിനമായി ആചരിക്കുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ ഈ ലോകത്തോട് ക്ഷമിക്കുന്നതിന്, എല്ലാവരോടും കരുണയോടുകൂടി പെരുമാറുന്നതിന്, അതുപോലെ തന്നെ ദരിദ്രനാക്കി എളിമയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്നതിന് സന്നദ്ധനായ ആ ഫ്രാൻസിസ് അസീസിയുടെ മാധ്യസ്ഥം സ്വീകരിച്ചിരിക്കുന്നു. മലങ്കര കത്തോലിക്ക വിഭജന പ്രസ്ഥാനത്തിൻ്റെ ആ വലിയ ദിനമായി എന്ന് ആ ഫ്രാൻസിസ് അസീസി കർത്താവിൻ്റെ തിരുവചനം ജീവിച്ചതിനെ മാതൃകയാക്കിക്കൊണ്ട് നമുക്കും ജീവിക്കാം. നമ്മുടെ സഭയ്ക്ക് നമ്മുടെ യുവജന പ്രസ്ഥാനം വഴി പ്രത്യേകമായ ആത്മീയമായ ചൈതന്യമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വചന ചിന്തകളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാരുടെയും നാമത്തിൽ.